പോട്ടെ. എടോ കള്ള പാതിരി. എന്താ പേടിച്ചു പോയോ? ഒരല്പം സംസാരിക്കാനുണ്ട്. പറഞ്ഞോളൂ. ആ, ഒരു മിനിറ്റ് അപ്പുറത്തേക്ക് വാ. ആ, അതെ, തനിക്കൊരു തോന്നലുണ്ട്, താനൊരു സുന്ദരിയാണെന്ന്. അത് ശരിയാണ്, ഞാൻ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ താൻ എന്നെ അവാർഡ് ചെയ്തിട്ടും തന്റെ പിന്നാലെ ഞാൻ വീണ്ടും വരുന്നത്. തന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. പറഞ്ഞു കഴിഞ്ഞോ? എന്നാ നിങ്ങളെ എനിക്ക് ഇഷ്ടമല്ല. മേലിൽ ഈ വക കാര്യങ്ങൾ പറഞ്ഞ് എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്, പറഞ്ഞേക്കാം. എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. ശരിക്കറിയാം, യഥാർത്ഥ രൂപം ഒന്ന് പത്രത്തിൽ കണ്ടു. അത്രയല്ലേ കണ്ടുള്ളൂ, ഇനി പലതും കാണേണ്ടി വരും. ഭീഷണിയൊന്നും വേണ്ട. തന്നേക്കാൾ ബോറന്മാരുള്ള ഒരു മിക്സഡ് കോളേജിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓഹോ, തന്റെ ഈ ജാഡേ സ്റ്റൈലൊക്കെ വേറെ വല്ല പെമ്പിളാരെ അടുത്ത് എടുത്താൽ മതി, എന്റെ അടുത്ത് എടുക്കണ്ട. എടി പെണ്ണേ, നീ അങ്ങനെ വന്നല്ലേ? താഴെ വയ്ക്കും. നീ അങ്ങനെ ആളാവാൻ നോക്കണ്ട. എന്ത് പറഞ്ഞി? നീ പോടാ. പിന്നെ ഒരു കണക്കിനടന്ന് വലിഞ്ഞു പറഞ്ഞാൽ മതില്ല. ഹലോ, രാജീവ് എന്നല്ലേ പേര്? നമ്മളൊക്കെ ലോ കോളേജ് സ്റ്റുഡൻസ് അല്ലേ, ഇത്ര ചീപ്പാവാമോ? എന്താ ഉണ്ടേ? ആരെ ബിനോയ്, ഇവിടുത്തെ ഗുണ്ടയോ? ഗുണ്ടയല്ല, ഫ്രണ്ട്. നമ്മളൊക്കെ ഒരേ ടീമല്ലേ, ഇത്ര അണ്ടർസ്റ്റേഡ് ആയാലോ? പിന്നെ കൂട്ടത്തിൽ രാജീവാണ് ഏറ്റവും മര്യാദക്കാരനെന്നാണ് ഞാൻ കേട്ടത്. അവരെയൊക്കെ പേടിച്ചിട്ടാവും കൂടെ ചിങ്കിടിയായിട്ട് നടക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. പിന്നെന്തിനാ അവരുടെ കൂടെ നടക്കുന്നത്? നല്ല അന്തസ്സുള്ള കുടുംബത്തിൽ ജനിച്ചതാണെന്ന് രാജീവിനെ കണ്ടാലറിയാം. ഞാൻ ഈ കോളേജിൽ വന്ന ദിവസം നിങ്ങൾ വഴക്കുണ്ടാക്കിയെങ്കിലും എന്നെ ഏറ്റവും അട്രാക്ട് ചെയ്ത ഫിഗർ രാജീവിന്റേതാ. ചെല്ല് കാത്തു നിൽക്കുന്നുണ്ട്. എവിടുന്ന് കിട്ടി നിനക്ക് ഈ ഐഡിയ? നീ നോക്കിക്കോ, ഇവര് നാലിനും തമ്മിലടിപ്പിച്ചാലേ ഈ കമ്പനി പൊളിഞ്ഞു കിട്ടും. നീ ഉദ്ദേശിക്കുന്നത്ര എളുപ്പമൊന്നുമല്ലാതെ. ആ ബിനോയ് ആരാണെന്നറിയോ? അങ്ങനെ ഇങ്ങ് പേടിച്ചാൽ 20th സെഞ്ചുറിയാ. ആ ബിനോയ് വലിയ പണക്കാരന്റെ മകനാ. പ്രിൻസിപ്പൾ പോലെ ഇവന്മാരെ പേടിയാ. കഴിഞ്ഞ വർഷം ഫസ്റ്റ് ബാച്ചിലുണ്ടായിരുന്ന അംബിക എന്ന കുട്ടിയെ ഹോസ്റ്റലിൽ ചെന്ന് ബിനോയ് റാഗ് ചെയ്തതാ. ആ കുട്ടി പേടിച്ച് അന്ന് തന്നെ സ്ഥലം വിട്ടു. എന്നിട്ട് പ്രിൻസിപ്പൾ എന്താ ആക്ഷൻ എടുത്തു? അതുകൊണ്ട് എന്റെ പൊന്നും മോള് സൂക്ഷിച്ചു വേണം അവന്മാരോട് ഫൈറ്റ് ചെയ്യാൻ. ഇതൊക്കെ കണ്ടിട്ട് റിയാക്ട് ചെയ്യാതിരുന്നാൽ പിന്നെ അവന്മാര് കാണിക്കുന്ന വൃത്തികേടുകളെല്ലാം സഹിച്ച് ഇവിടെ കഴിയേണ്ടി വരും. അതിന് എന്നെ കിട്ടില്ല. സക്സസ്, നിന്നെ സമ്മതിച്ചിരിക്കുന്നു. നിനക്ക് ഇത്രയും ടാലന്റ് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. ജിജിത് ആരാ നിൽക്കുന്ന നോക്കി? രാജുവല്ലേ? ഇതിപ്പോ വലിയ കഷ്ടമായല്ലോ. അന്നാ ബിനോയ് അവാർഡ് ചെയ്യാൻ ഞാനൊരു നമ്പർ ഇറക്കിയതാ. ആളിപ്പോ റൊമാൻറ്റിക്കിലായില്ല. ഇടയ്ക്കിടയ്ക്ക് ഹോസ്റ്റലിലേക്ക് ഓരോ ഫോൺ കോളും വിസിറ്റിങ്ങും. ഇനി ഇദ്ദേഹത്തെ അവാർഡ് ചെയ്യാൻ ഞാൻ മറ്റൊരു ദേഹത്തെ കണ്ടുപിടിക്കണമെന്ന് എനിക്ക് തോന്നണേ. ആളൊരു പാവാ. കിടക്കട്ടെ, നിനക്കൊരു ബോഡി ഗാർഡ് ഉള്ളത് നല്ലതല്ലേ? ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും പുള്ളി കേൾക്കും. ഇനി മാരേജ് പ്രപ്പോസലുമായി വീട്ടിലേക്ക് വരുമെന്ന എന്റെ പേടി. നീ നേരെ നടന്നോ, എന്നെ വെയിറ്റ് ചെയ്യണ്ട. ഞാൻ പ്രതിക്കൊരു പണിഷ്മെന്റ് കൊടുത്തിട്ട് വരാം. ഹലോ രാജീവ്. ആ മീരെ, ഞാൻ പോവാം, നീ ഒന്ന് വന്നേച്ചാ മതി. മീരനെന്താ വണ്ടി എടുക്കാൻ? വണ്ടി കൊണ്ടുവന്നാ രാജീവുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് നടക്കാൻ പറ്റുമോ? ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചല്ല ഇങ്ങനൊരു അഫയർ ഉണ്ടാവുന്നു. ഇതെന്റെ ലൈഫിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. എല്ലാം ഒരു നിമിത്തമാണ് രാജീവ്. കോളേജ് ക്യാമ്പസിലെ ലവ് അഫയറിന് കാറ്റാടി മരത്തിൽ നിന്ന് കൊഴിഞ്ഞു വരുന്ന ഇലകളുടെ ആയുസേ ഉള്ളൂ എന്ന് പറയാറുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ ആവരുത്. ഞാനൊന്ന് പറയട്ടെ രാജീവ്, എന്റെ ഒരു ആഗ്രഹമാണ്. തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. മീരയ്ക്ക് എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയാം. രാജീവിന്റെ ഇത്രയും ഭംഗിയുള്ള മുഖത്ത് ഇണങ്ങാത്ത ഒന്നുണ്ട്. ഈ മീശ. മീശ വേണ്ടെന്നോ? എന്നല്ല ഞാൻ പറഞ്ഞത്. മീരയുടെ ആഗ്രഹം അതാണെങ്കിൽ മീശനല്ല എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. അയ്യോ, അതൊന്നും വേണ്ട. മീശയ്ക്ക് അല്പ തിക്നെസ് ഉള്ളതാണ് രാജീവിന്റെ ഫേസിന് ഭംഗി. അതിനെന്താ, അതൊരു
ശ്രമിക്കാം, നോക്കട്ടെ. ഞാൻ വരട്ടെ. മീശ പാരയാവൂ. അയ്യോ, എന്നാണോ മേട്ടൻ എന്നെ പുറത്താക്കണമെന്ന് അറിയില്ല. നിനക്ക് പറഞ്ഞൂടെ ഇങ്ങോട്ട് വരണ്ടെന്ന്? നീ അകത്തേക്ക് വെക്കൂ. ശരി. നല്ല ആളാ. ഞാനൊരു കാര്യം പറഞ്ഞിട്ട് യാതൊരു ഇമ്പ്രൂവ്മെന്റും ഇല്ലല്ലോ. അയപേര് സോറി മീര, അതിനെ കുറിച്ച് പറയാനാ ഞാനിങ്ങോട്ട് വന്നത്. മീരയുടെ ആഗ്രഹം സാധിച്ചിരാന്നുള്ളതാണല്ലോ എന്റെ ആഗ്രഹം. ഇപ്പൊ തന്നെ ഈ മാറ്റം ശ്രദ്ധിക്കൂ. ചെറുതായിട്ട് തിക്നെസ് തുടങ്ങിയുള്ള വലിയ മാറ്റം. മീര ഒട്ടും വിഷമിക്കണ്ട. ഇതിന് ദിനം പ്രതിയുള്ള വളർച്ച ഞാൻ അപ്പോൾ അറിയിച്ചുകൊണ്ടിരിക്കാം. ഒരുപക്ഷെ നമുക്ക് എപ്പോഴും കണ്ടോണ്ടിരിക്കാൻ ദൈവം കാണിച്ചെന്നൊരു വഴിയായിരിക്കും ഇത്. അത് രാജീവ്, ഒന്നും പറയണ്ട. മീരയുടെ ഒരു ആഗ്രഹം സാധിച്ചിരുന്നില്ലെങ്കിൽ ഞാൻ പിന്നെ എന്തിനും മീശ വെച്ച് നടക്കണം? പിന്നൊരു കാര്യം, ഇതെങ്ങാനും പെട്ടെന്ന് വളർന്നാൽ അത് വന്ന് മീരെ വിളിച്ച് കാണിച്ചരും. എത്ര രാത്രിയാണെങ്കിൽ നമുക്കിരിക്കാം. അയ്യോ, മേട്ടൻ വരാറായെന്ന് തോന്നുന്നു. അതും കൂടെ പറയാൻ ഇപ്പൊ ഞാൻ വന്ന്. 7 നിമിഷമുള്ള ഡെവലപ്മെന്റ് മീരെ അറിയിക്കാനുള്ള അവകാശം എനിക്കുള്ളതുകൊണ്ട് മേട്ടനോട് പറഞ്ഞത് ഞാൻ മീരയുടെ സ്വന്തമാണെന്നും എനിക്ക് എപ്പോഴും മീരെ കാണാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നും. ഓക്കെ, അപ്പൊ ഞാൻ വരാം. അടിക്കടിക്ക് ഞാൻ വരാം.